എന്തൊക്കെയാ പഠിച്ചത്? മാസും വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എക്സസൈസ് സിസ്റ്റം അല്ലെ. ഇനി അതിന്റെ ബാക്കിയായിട്ട് കണ്ടിന്യൂഷൻ. ഇന്ന് നമ്മൾ 3 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ഒന്ന് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഉദ്ദേശിക്കുന്ന ടെമ്പറേച്ചറിന്റെ 3 സ്കെയിൽസ് ഓഫ് ടെമ്പറേച്ചർ, എന്തുവാണ് സയന്റിഫിക് നൊട്ടേഷൻ, അത് കഴിഞ്ഞ് പ്രിസിഷൻ ആൻഡ് ആക്യുറസി. ഓക്കെ. അപ്പൊ ടെമ്പറേച്ചർ പഠിക്കുമ്പോൾ നമ്മളൊക്കെ അറിയാം, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് എ ബോഡിയാണ് ആണല്ലോ. 3 സ്കെയിൽസ് ഓഫ് ടെമ്പറേച്ചർ നമ്മൾ ഉപയോഗിക്കും. ഒന്നാമത്തത് ഡിഗ്രി സെൽഷ്യസ്, നമ്മൾ സാധാരണ എപ്പോഴും പറയുന്നതാണ്. രണ്ടാമത്തെ ആൾ നമ്മൾ എസ് ഐ സിസ്റ്റം പഠിച്ചു ആരാ? കെൽവിൻ. മൂന്നാമത്തെ സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ ആണ് ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പൊ ആരൊക്കെയാ? ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ, ഡിഗ്രി ഫാരൻഹീറ്റ്. These 3 are the scales of temperature. Okay. ആരൊക്കെയാ? ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ, ഡിഗ്രി ഫാരൻഹീറ്റ്. നമുക്ക് പഠിക്കാനുള്ള ഡിഗ്രി സെൽഷ്യസിലെ ടെമ്പറേച്ചർ തന്നിരുന്നാൽ എങ്ങനെ അതിനെ ഫാരൻഹീറ്റിലാക്കും, തിരിച്ച് ഫാരൻഹീറ്റിനെ തന്നിരുന്നാൽ എങ്ങനെ ഡിഗ്രി സെൽഷ്യസിലാക്കും. സെയിം ഡിഗ്രി സെൽഷ്യസ് തന്നിരുന്നാൽ എങ്ങനെ കെൽവിനാക്കും, കെൽവിനെ എങ്ങനെ ഡിഗ്രി സെൽഷ്യസ് ആക്കും. അതിൽ ആദ്യം നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിൽ ടെമ്പറേച്ചർ ഉണ്ട്, ഡിഗ്രി സെൽഷ്യസിലാണ് തന്നിരിക്കുന്നത്. അതിനെ എന്തിലോട്ട് മാറ്റണം? ഡിഗ്രി ഫാരൻഹീറ്റിലോട്ട് മാറ്റണം. അങ്ങനെ മാറ്റണമെങ്കിൽ ഡിഗ്രി സെൽഷ്യസിൽ തന്നിരിക്കുന്ന ടെമ്പറേച്ചറിനെ 9/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ കൂടെ 32 കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. എക്സാമ്പിൾ നോക്കാം. നമ്മുടെ കയ്യിൽ 37 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ഡിഗ്രി സെൽഷ്യസിന് അടുത്ത് എന്തിട്ട് കൊടുക്കും? 37. നമുക്ക് ഫാരൻഹീറ്റ് ആണ് വേണ്ടത്. 37 ഇൻറ്റു എന്തുവാ? 9/5 പ്ലസ് 32 ചെയ്തെടുക്കുമ്പോ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് കിട്ടും. ഇതിനെ ഇതുകൊണ്ട് കുറിച്ച് ഡിവൈഡ് ചെയ്ത് പ്ലസ് 32 ചെയ്യുമ്പോ കണ്ടോ. അപ്പൊ ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻഹീറ്റ് ആക്കണമെങ്കിൽ അതിന് 9/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 32 ആഡ് ചെയ്യണം. ഇനി തിരിച്ച് നമ്മുടെ കയ്യിൽ ഫാരൻഹീറ്റ് ഉണ്ട്, ഡിഗ്രി സെൽഷ്യസ് വേണം. അങ്ങനെയാണെങ്കിൽ ആ ഫാരൻഹീറ്റ് തന്നിരിക്കുന്നതിൽ നിന്ന് 32 മൈനസ് ചെയ്തിട്ട് ഇൻറ്റു 5/9 ചെയ്യണം. എക്സാമ്പിള് നമ്മുടെ കയ്യിൽ 86 ഡിഗ്രി ഫാരൻഹീറ്റ് ഉണ്ട്. അതിനെ ഡിഗ്രി സെൽഷ്യസ് ആക്കണമെങ്കിൽ 86 32 കുറച്ചിട്ട് ഇൻറ്റു 5/9 ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടും 30 ഡിഗ്രി സെൽഷ്യസ്. ഇത് കുറച്ചിട്ട് ഇൻറ്റു 5 ചെയ്തിട്ട് 9 ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ കിട്ടും. അപ്പൊ ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻഹീറ്റ് ആക്കണമെങ്കിൽ 9/5 ഇൻറ്റു ചെയ്തിട്ട് 32 ആഡ് ചെയ്യുക. ഫാരൻഹീറ്റ് ഉണ്ട്, ഡിഗ്രി സെൽഷ്യസ് ആക്കണമെങ്കിൽ 32 മൈനസ് ചെയ്തിട്ട് ഇൻറ്റു 5/9 ചെയ്യുക. അപ്പൊ 2 ഇക്വേഷനും ഇമ്പോർട്ടന്റ് പഠിച്ചു വയ്ക്കുക. ഡിഗ്രി സെൽഷ്യസ് ഇസ് ഈക്വൽ ടു ഫാരൻഹീറ്റ് മൈനസ് 32 ഇൻറ്റു 5/9. ഡിഗ്രി ഫാരൻഹീറ്റ് വേണമെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു 9/5 പ്ലസ് 32. ഇനി ഇത് നിങ്ങൾക്ക് അറിയാം, കെൽവിനും ഡിഗ്രി സെൽഷ്യസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ അറിയാം. ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ അതിനെ കെൽവിനിലോട്ട് മാറ്റാനായിട്ട് അതിന്റെ കൂടെ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? ഒരു 273 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. യഥാർത്ഥത്തിൽ 273.15 ആണ്. നമുക്ക് 273 ആഡ് ചെയ്ത് പോകും. നമ്മുടെ കയ്യില് ടെമ്പറേച്ചർ കെൽവിനിലുണ്ട്, ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറ്റണമെങ്കിൽ ആ കെൽവിനിലെ ടെമ്പറേച്ചറിന് എത്ര കുറച്ച് കൊടുത്താൽ മതി? 273 കുറച്ച് കൊടുത്തത്. 4 ഇക്വേഷനും പഠിച്ചു വെക്കുക. 3 സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ ആണുള്ളത്. ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ, ഡിഗ്രി ഫാരൻഹീറ്റ്. ഫാരൻഹീറ്റിന് വേണം ഡിഗ്രി സെൽഷ്യസ് കയ്യിലുണ്ടെങ്കിൽ സെൽഷ്യസിനെ ഫാരൻഹീറ്റ് ആക്കാൻ അതിന് 9/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്ലസ് 32. ഫാരൻഹീറ്റിന് ഡിഗ്രി സെൽഷ്യസ് ആക്കാൻ 32 മൈനസ് ചെയ്തിട്ട് ഇൻറ്റു 5/9. ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനാക്കാൻ പ്ലസ് 273 ആഡ് ചെയ്യുക. കെൽവിനെ ഡിഗ്രി സെൽഷ്യസ് ആക്കാൻ മൈനസ് 273 ചെയ്യുക. അപ്പൊ പ്രോബ്ലംസ് നമ്മൾ ചെയ്യാം. എക്സാമ്പിൾ വേറെ തരാം. അപ്പൊ ഇത്രയും ആണ് 3 സ്കെയിൽസ് ഓഫ് ടെമ്പറേച്ചറിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. അടുത്ത ആൾ എന്തുവാ? സയന്റിഫിക് നൊട്ടേഷൻ. അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. എന്തുവാ സയന്റിഫിക് നൊട്ടേഷൻ എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മുടെ കയ്യില് 232.508 ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇതിനെ സയന്റിഫിക് നൊട്ടേഷൻ വേണ്ടി റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മുടെ ഈ പോയിന്റ് ഇല്ലേ, ആ പോയിന്റിന് ആദ്യത്തെ നോൺ സീറോ കഴിഞ്ഞുള്ള ഡിജിറ്റിന് ശേഷമാക്കണം. ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ സീറോ അല്ലാത്ത ഡിജിറ്റ്. ഇവിടെ നമ്മൾ സീറോ അല്ലാത്ത ആദ്യത്തെ ഡിജിറ്റ് ഏതാ? 2 ആണ്. അപ്പൊ ഈ പോയിന്റിനെ ഈ 2ന് ഇപ്പുറത്ത് കൊണ്ടിടണം. അതാണ് സയന്റിഫിക് നൊട്ടേഷൻ. എന്നിട്ട് 10ന്റെ പവർ വെച്ച് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ പോയിന്റിനെ ഇവിടെ കൊണ്ടിട്ടു ഇടുമ്പോ എന്താവും? 2.32508 അല്ലേ? ഇൻറ്റു 10ന്റെ പവർ റെപ്രസെന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. 2 പോയിന്റ് ഇങ്ങോട്ടല്ലേ മാറ്റിയത്? 2 പോയിന്റ് മാറ്റിയാണ് ഈ പോയിന്റിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നത്. അപ്പൊ നമ്മൾ പറയും 10⁻². ഇങ്ങനെ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിന് ശേഷം പോയിന്റിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഡിജിറ്റിനെ 10ന്റെ പവറിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുന്ന? സയന്റിഫിക് നൊട്ടേഷൻ. അങ്ങനെയാണെങ്കിൽ ഇതല്ലേ, ഇതിൽ നമ്മുടെ പോയിന്റ് ഇവിടെ കിടക്കുവാണ്. നമ്മുടെ ആദ്യത്തെ നോൺ സീറോ, ഇതെല്ലാം സീറോ ആണ് ഡിജിറ്റ്സ്. ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റ് 1 ആണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവിടെ വേണം ഈ പോയിന്റിനെ കൊണ്ടുവരാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവരണം. അപ്പൊ എങ്ങനെയാവും? 1.8. ഈ സീറോ ഒക്കെ പിന്നെ എഴുതണോ? വേണ്ട. ഇൻറ്റു എത്ര പ്ലേസ് മാറിയ ഇവിടെ വന്നേ? 1 2 3 4 പ്ലേസ് മാറിയാണ് വന്നപ്പോ 10⁻4 എന്ന് എഴുതരുത്. ഇങ്ങോട്ടാണ് നമ്മുടെ പോയിന്റിനെ മാറ്റുന്നതെങ്കിൽ -4, അങ്ങോട്ട് മാറിയാൽ
അങ്ങോട്ട് മാറി പ്ലസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് നോക്കൂ. എങ്ങനെ മാറ്റും നിങ്ങൾ? ഈ പോയിന്റ് എടുത്ത് ഇവിടെ അല്ലേ മാറ്റേണ്ടത്? അപ്പൊ 3.56253 എത്ര പോയിന്റ് മാറി? എത്ര ഡിജിറ്റ് മാറിപ്പോയി? 3 ഡിജിറ്റ്. അപ്പൊ 10 പ്ലസ് വേണോ മൈനസ് വേണോ? അങ്ങോട്ട് പോകുമ്പോ 10⁻³ ആണല്ലോ. 4654 പോയിന്റ് ഒന്നും ഇല്ല. പക്ഷെ നമുക്ക് നമ്മുടെ പോയിന്റ് വേണ്ടത് ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ആയ 4 കഴിഞ്ഞ് ഇവിടെയാണ് വേണ്ടത്. അപ്പൊ നമ്മൾ എഴുതും 4.654. അപ്പൊ ഓർത്തോണം, ഇവിടെയാണ് നമ്മളെ പോയിന്റ് എങ്കിൽ നമ്മൾ അങ്ങോട്ടല്ലേ ഡിജിറ്റിന്, ഇവിടെയാണ് പോയിന്റ് എന്ന് മനസ്സിൽ വിചാരിച്ചു കൊടുക്കുക. അപ്പൊ അത് ഇവിടെ എത്തി. കാരണം ഇതിനെ 4654 എന്ന് എഴുതുന്നത് ഇതിന് ഈക്വൽ അല്ലേ. അതുകൊണ്ട് നമ്മുടെ പോയിന്റ് ഇവിടെ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ നിന്നാണ് അങ്ങോട്ട് മാറിയത്. അപ്പൊ 3 പ്ലേസ് അല്ലേ മാറിയപ്പോ 10⁻³ കണ്ടോ. ഇനി ഇതാണെങ്കിലോ 0.002. അപ്പോ ഇവിടെ പോയിന്റ്, ഇവിടെ വേണം നമുക്ക് പോയിന്റ് വരാം. നമ്മുടെ ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റ് എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. അപ്പോ ഇവിടുന്ന് വേണം ഇവിടെ എത്താൻ. അപ്പൊ 2.0 വേണമെങ്കിൽ ഇടാം, കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പോയിന്റ് ഇടണ്ട. അപ്പൊ 2.0 എന്ന് എഴുതാം, 2 എന്ന് എഴുതാം, രണ്ടായാലും ചെയ്യും. ഇൻറ്റു 10⁻1 2 3 3 പ്ലേസ് ഇപ്പുറത്തല്ലേ മാറിയത്, ഇപ്പുറത്തോട്ട് മാറിയത് എന്ത് പറയത്? -3. അപ്പൊ ആയോ? ക്ലിയർ ആയോ? സയന്റിഫിക് നൊട്ടേഷൻ ഇങ്ങോട്ട് മാറ്റി. എപ്പോഴും ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് കഴിഞ്ഞ് വേണം പോയിന്റ്. എത്ര ഡിജിറ്റ് അങ്ങോട്ട് മാറ്റുന്നു, ഇങ്ങോട്ട് മാറ്റുന്നു നോക്കണം. അങ്ങോട്ട് മാറ്റിയ പ്ലസ്, ഇങ്ങോട്ട് മാറിയ മൈനസ് ഇട്ടിട്ട് എന്ത് ചെയ്യുക? 10ന്റെ പവർ ഇട്ട് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ആരാ പഠിക്കാനുള്ളത്? പ്രിസിഷനും ആക്യുറസി. അപ്പൊ ഒരു എക്സ്പെരിമെന്റ് ഒരു കുട്ടി ചെയ്തു. അയാൾക്ക് കിട്ടിയ വാല്യൂ ഇതൊക്കെയാണ്. 52 3.52 കുറെ പ്രാവശ്യം ചെയ്തു. അപ്പൊ ഇങ്ങനെ കിട്ടും. നോക്കിയേ, ഈ 4 വാല്യൂസ് തമ്മിൽ ഏകദേശം ഒരേപോലെ അല്ലേ, ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പൊ അത് ക്ലോസ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡിഫറന്റ് മെഷർമെന്റ് വാല്യൂസ് ആണിത്. അപ്പൊ ഈ ഡിഫറന്റ് മെഷർമെന്റ് വാല്യൂസിന്റെ ക്ലോസ്നെസ്സിനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്ന പ്രിസിഷൻ. അപ്പൊ എന്തോ പ്രിസിഷൻ? ക്ലോസ്നെസ് ഓഫ് വേരിയസ് മെഷർമെന്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ക്ലോസ്നെസ് ഓഫ് വേരിയസ് മെഷർമെന്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് അപ്പൊ ആ ഒരു പ്രിസിഷൻ. അങ്ങനെയാണെങ്കിൽ 5.02 4.93 3.85 5.55 ഒരു എക്സ്പെരിമെന്റ് നടത്തിയപ്പോ കിട്ടിയ വാല്യൂസ് ആണ് ഇത്. ഇവര് നമ്മൾ ഈ റിസൾട്ട് നോക്കിയാൽ ഇത് പ്രിസൈസ് ആയിരിക്കോ? അല്ല. കാരണം ഇവരുടെ വാല്യൂസ് തമ്മിൽ എന്തില്ല? ക്ലോസ്നെസ് ഇല്ല. അപ്പൊ ഈ റിസൾട്ട് പ്രിസൈസ് അല്ല. എന്നാൽ ഈ റിസൾട്ട് എന്താണ്? പ്രിസൈസ് ആണ്. 2.52 2.50 2.53 2.54 റിസൾട്ട് പ്രിസൈസ് ആണോ? ആണ്. കാരണം വാല്യൂസ് തമ്മിൽ എന്തുണ്ട്? ക്ലോസ്നെസ് ഉണ്ട്. അപ്പൊ ക്ലോസ്നെസ് ഓഫ് വേരിയസ് മെഷർമെന്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെന്ന് പറയുന്ന പ്രിസിഷൻ. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡിഫറന്റ് മെഷർമെന്റ്സിന്റെ വാല്യൂസിലുള്ള ക്ലോസ്നെസ്സിനെ വിളിക്കുന്ന പേരാണ് പ്രിസിഷൻ. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. അപ്പൊ ഇനി നമ്മുടെ ലാസ്റ്റ് ആളാരാ? ആക്യുറസി. ആക്യുറസി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോഴും ആ എക്സ്പെരിമെന്റിന് ഒരു ആക്ച്വൽ വാല്യൂ കാണും. ആ ആക്ച്വൽ വാല്യൂ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രൂ വാല്യൂ. എക്സാമ്പിൾ, ഇപ്പോ നമുക്ക് കിട്ടേണ്ട ഒരു എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ കിട്ടേണ്ട കറക്റ്റ് വാല്യൂ 4.0 ആണ്, 4 ആണ്. അതിന്റെ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് അപ്പൊ എത്ര ആയിരിക്കും? 4 ആയിരിക്കും. നമുക്ക് കിട്ടിയത് 3.9 ആണ്. ഈ കിട്ടുന്ന നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് കിട്ടുന്ന വാല്യൂനെ വിളിക്കുന്ന പേരാണ് മെഷേർഡ് വാല്യൂ. അപ്പോ ഒറിജിനൽ വാല്യൂ, ട്രൂ വാല്യൂ, നമുക്ക് കിട്ടുന്ന വാല്യൂ മെഷേർഡ് വാല്യൂ. കിട്ടേണ്ട വാല്യൂ ആണ് ട്രൂ വാല്യൂ, പക്ഷെ കിട്ടിയത് മെഷേർഡ് വാല്യൂ. അപ്പൊ കിട്ടേണ്ടത് 4ഉം കിട്ടിയത് 3.9ഉം. അപ്പൊ ഈ രണ്ട് വാല്യൂസും തമ്മിലുള്ള എഗ്രിമെന്റ്, ഇത് ഏകദേശം ഇതിനടുത്ത് കിട്ടിയാൽ ഈ റിസൾട്ട് നമ്മൾ ആക്യുറേറ്റ് ആണെന്ന് പറയും. അപ്പൊ ട്രൂ വാല്യൂ മെഷേർഡ് വാല്യൂ തമ്മിലുള്ള എഗ്രിമെന്റിനെ വിളിക്കുന്ന പേരാണ് ആക്യുറസി. ഇപ്പൊ ഇത് ചെറിയ ഡിഫറൻസേ ഉള്ളൂ, 3.9ഉം 4ഉം. അപ്പൊ ഏകദേശം റിസൾട്ട് ആക്യുറേറ്റ് ആണെന്ന് പറയും. കറക്റ്റ് 4 തന്നെ കിട്ടിയാൽ റിസൾട്ട് വെരി ആക്യുറേറ്റ്. ഓക്കെ, ഇപ്പൊ നമുക്ക് 4 കിട്ടുന്നതിന് പകരം 3.02 എന്നാണ് കിട്ടിയത്. ഡിഫറൻസ് ഉണ്ട് അല്ലെ, 3ഉം 4ഉം അത്രയും ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഒരു പോയിന്റിന്റെ ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോ എഗ്രിമെന്റ് വളരെ കുറവാണ്. അപ്പൊ റിസൾട്ട് എന്തല്ല എന്ന് പറയും? ആക്യുറേറ്റ് അല്ല എന്ന് പറയും. 2.68 ആണ് കിട്ടിയത്. റിസൾട്ട് ആക്യുറേറ്റ് ആണോ? അല്ല, 4 ആയിരുന്നു കിട്ടേണ്ടത്. എന്നാൽ 4.02 എന്ന് കിട്ടി. ആക്യുറേറ്റ് ആണോ? ആണ്. ഏകദേശം സെയിം ആണ്, ഒരുവിധം എഗ്രി ചെയ്യുന്നുണ്ട്. അങ്ങനെ ട്രൂ വാല്യൂ മെഷേർഡ് വാല്യൂ തമ്മിലുള്ള എഗ്രിമെന്റിനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് ആക്യുറസി. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ടായിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. പ്രിസിഷൻ എന്ന് പറഞ്ഞാല്
ഒരേ എക്സ്പെരിമെന്റിന്റെ തന്നെ ഡിഫറെന്റ് വാല്യൂസ് തമ്മിലുള്ള ക്ലോസ്നെസ് ഓഫ് വേരിയസ് മെഷർമെന്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ആക്യുറസി എന്ന് പറഞ്ഞാൽ ഒരു റിസൾട്ടിന്റെ കിട്ടേണ്ട റിസൾട്ട് നമ്മുടെ ട്രൂ വാല്യൂ, നമുക്ക് കിട്ടിയ റിസൾട്ട് മെഷേർഡ് വാല്യൂ, അവർ തമ്മിൽ എന്തുമാത്രം എഗ്രി ചെയ്യുന്നു കാണിക്കുന്ന ടേമാണ് ആക്യുറസി. എഗ്രിമെന്റ് ഓഫ് ട്രൂ വാല്യൂ വിത്ത് ദ മെഷേർഡ് വാല്യൂ. അപ്പൊ ക്ലിയർ ആയല്ലോ. അപ്പൊ എന്തൊക്കെയാ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്? ടെമ്പറേച്ചറിന്റെ 3 സ്കെയിൽസ്. ഏതൊക്കെ? ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ, ഫാരൻഹീറ്റ്. കെൽവിനെ എങ്ങനെ ഡിഗ്രി സെൽഷ്യസ് ആക്കുമെന്ന് ചോദിച്ചാൽ ആ ഡിഗ്രി കെൽവിനകത്തുനിന്ന് 273 മൈനസ് ചെയ്ത് കൊടുക്കുക. ഡിഗ്രി സെൽഷ്യസിനെ എങ്ങനെ കെൽവിനാക്കുമെന്ന് ചോദിച്ചാൽ അതിന്റെ കൂടെ 273 ആഡ് ചെയ്യുക. ദെൻ ഫാരൻഹീറ്റും ഡിഗ്രി സെൽഷ്യസും എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഡിഗ്രി സെൽഷ്യസ് എന്നിട്ട് ഫാരൻഹീറ്റ് കണ്ടുപിടിക്കാൻ അതിന് 9/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് +32 ആഡ് ചെയ്യണം. ഫാരൻഹീറ്റ് തന്നിട്ട് ഡിഗ്രി സെൽഷ്യസ് കണ്ടുപിടിക്കാൻ 32 മൈനസ് ചെയ്തിട്ട് ഇൻറ്റു 5/9 ചെയ്യണം. അങ്ങനെ കൺവേർഷൻ പഠിക്കണം. പിന്നെ സയന്റിഫിക് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് കഴിഞ്ഞിട്ട് വേണം പോയിന്റിനെ എത്ര പ്ലേസ് മാറ്റുന്നോ അത്രയും 10ന്റെ പവർ വെച്ച് റെപ്രസെന്റ് ചെയ്യണം. ഈ സൈഡിലോട്ട് മാറ്റിയാൽ പ്ലസ് ഇട്ടും അങ്ങോട്ട് മാറ്റിയാൽ മൈനസ് ഇട്ടും. വേണമെങ്കിൽ സൈഡിൽ ജസ്റ്റ് ആരോ മാർക്ക് കൊടുത്തിട്ട് ഇത് പ്ലസ് ഇങ്ങോട്ട് മാറിയാൽ മൈനസ് ഒന്ന് കാണിച്ചിരുന്നാൽ പെട്ടെന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ടെമ്പറേച്ചർ, സയന്റിഫിക് നൊട്ടേഷൻ, precision and accuracy. ഓക്കെ, ക്ലിയർ ആയല്ലോ. ബാക്കി അടുത്ത ക്ലാസ്സിൽ. Nå helgen nærmer seg, spør alle hva jeg gjør da. Jeg hitter klubben som om hverdag var en lørdag. Så mange damer